തമിഴകത്തിന്റെ സ്വത്വത്തിൽ അലിഞ്ഞതാണ് സിനിമയും രാഷ്ട്രീയവും. വെള്ളവും മത്സ്യവും പോലെ പരസ്പരം ചേർന്ന് നിൽക്കുന്നത്. സ്ക്രീനിൽ നായകരായവർ നാടിന്റെ നായകരാകാൻ നോക്കുന്നത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. പാലക്കാട്ട് നിന്നും മദ്രാസിലെത്തിയ മാരുത്തൂർ ഗോപാലൻ രാമചന്ദ്രൻ എന്ന MGR വെള്ളിത്തിരയിലും രാഷ്ട്രീയത്തിലും വെന്നിക്കൊടി പൊട്ടി. കലൈഞ്ജർ കരുണാനിധിയും അമ്മ ജയലളിതയും വിജയകാന്തുമെല്ലാം തമിഴ് രാഷ്ട്രീയത്തെ നിയന്ത്രിച്ചു. സൂപ്പർ സ്റ്റാർഡത്തിന്റെ അത്യുന്നതിയിൽ നിൽക്കെ സിനിമാ ജീവിതം അവസാനിപ്പിച്ച് അതേ വഴിയിൽ ഇറങ്ങിപ്പുറപ്പെട്ട വിജയ്ക്ക് പക്ഷേ സാധാരണ രാഷ്ട്രീയ നേതാവിനെങ്കിലും വേണ്ട അടിസ്ഥാന യോഗ്യതയായ ഉത്തരവാദിത്തം എന്നത് ഇല്ലാതായിപ്പോയി. സംഘാടനം തിരക്കഥയിലെ രക്ഷകവേഷം പോലെ എളുപ്പമുള്ള പണിയല്ല എന്ന തിരിച്ചറിവ് ഇല്ലാതെയായിപ്പോയി. സംസ്ഥാന പര്യടനത്തിനിടെ എവിടെയും കണ്ടില്ല സംഘാടന മികവിന്റെ ചെറുസൂചനകളെങ്കിലും. രാഷ്ട്രീയക്കാരന്റെ വെള്ളക്കുപ്പായം എടുത്തിടുമ്പോഴും നാടാകെ ആരാധകവൃന്ദമുള്ള സെലിബ്രിറ്റിയാണെന്ന ബോധ്യം വിജയ്ക്കെങ്കിലും തോന്നേണ്ടതായിരുന്നു. ഓടിക്കൂടുന്നതും തടിച്ചുകൂടുന്നതും രാഷ്ട്രീയ അണികളല്ല, ആരാധകരാണ് എന്നത് സാമാന്യ ബോധമാണ്. 10 മിനിറ്റ് സംസാരിക്കുന്ന നേതാവിനെ അഥവാ നടനെ കാണാൻ ജനക്കൂട്ടം കാത്തുനിന്നത് 10 മണിക്കൂറോളമാണ്. വെള്ളമോ വഴിയോ ഒരുക്കാത്ത ചെറുവഴിയിൽ ജനം തളർന്നു വീഴുമ്പോൾ നഗരം വിട്ട് രക്ഷപ്പെടുകയായിരുന്നു സിനിമയിൽ എപ്പോഴും രക്ഷകനായ നായകൻ. തമിഴ്നാട്ടിലെ രാഷ്ട്രീയ നേതാക്കളെല്ലാം കരൂരിലേക്ക് വണ്ടി കയറിയപ്പോൾ ചെന്നൈയിലെ വീട്ടിലിരുന്ന് സമൂഹമാധ്യമത്തിൽ കണ്ണീരൊഴുക്കുകയാണ് മുഖ്യമന്ത്രിയാകാൻ സിനിമ ഉപേക്ഷിച്ച തലൈവർ.